മന്നാ ദ ഡെയിലി ബ്രെഡിലേക്ക് ഹൃദയത്തിൻ്റെ സ്വാഗതം. ക്രിസ്തു എന്ന ദൈവം ഈ ലോക ജീവിതത്തിൽ നമ്മൾ അനുകരിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മുടെ മുമ്പിൽ കാട്ടിത്തന്ന ഏറ്റവും വലിയ മാതൃക എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് മറ്റൊന്നുമല്ല, വിശക്കുന്ന മനുഷ്യൻ്റെ മുൻപിൽ ആഹാരം വിളമ്പി വയ്ക്കുന്നതാണ്. സുവിശേഷത്തിലുടനീളം ഒരു തീർത്ഥയാത്ര പോലെ ഒന്ന് കടന്നു പോയിക്കൊള്ളുക. അവിടെയെല്ലാം ക്രിസ്തു എന്ന് പറയുന്ന ആള് അന്നം വിളമ്പി കൊടുക്കുന്നുണ്ട്. വിശക്കുന്ന വയറിന് മുമ്പിൽ നിർനിമേഷനായിരിക്കുവാൻ ക്രിസ്തു ഒരിക്കലും ആഗ്രഹിച്ചതേയില്ല. ക്രിസ്തുവിൻ്റെ നിഘണ്ടുവിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുമ്പിൽ വിശന്നിരിക്കുന്നവർക്ക് മുമ്പിൽ അവൻ അത്ഭുതം പ്രവർത്തിച്ച് അന്നം കൊടുത്തു. മാത്രമല്ല, എന്നെ എവിടെ നിങ്ങൾ കണ്ടുമുട്ടുമെന്ന് ക്രിസ്തു പറഞ്ഞു തരുന്നതും ഈ ആഹാരം വിളമ്പുന്നവൻ്റെ മുമ്പിലാണ്. ഞാൻ ദാഹിക്കുന്നവനായി വന്നു, വിശക്കുന്നവനായി വന്നു, കുടിക്കാൻ തന്നു, കഴിക്കാൻ തന്നു എന്നൊക്കെ ക്രിസ്തു പറയുന്നൊരു ഭാഗമുണ്ട്. ക്രിസ്തു യഥാർത്ഥത്തിൽ വിശക്കുന്നവനുമായി താതാത്മ്യപ്പെട്ടവനാണ്. പിന്നീട് മനുഷ്യർക്കൊപ്പം എന്നും ജീവിക്കുവാൻ വേണ്ടി അവൻ നമ്മുടെ കൺമുമ്പിൽ വിടർത്തി വെച്ച ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? അവൻ്റെ ശരീരവും രക്തവും കഴിക്കാനും പാനം ചെയ്യാനും നമുക്ക് നൽകി. ഇതായിരുന്നു അവൻ നമ്മുടെ മുമ്പിൽ കാണിച്ചെന്ന ഏറ്റവും വലിയ സ്നേഹം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവിക ഭാവങ്ങളെ അനുകരിക്കുന്നവരാണെങ്കിൽ, ആത്മീകനാണെങ്കിൽ, നിങ്ങൾ ഉറപ്പായിട്ടും മറ്റൊരാളുടെ മേശയിൽ അന്നം വിളമ്പി വയ്ക്കാൻ എപ്പോഴും തൽപരരാകുന്ന വ്യക്തികളായി മാറണം. ആഹാരത്തിന് ദൈവത്തിൻ്റെ മുഖം കാണിച്ചു കൊടുക്കുവാൻ പറ്റുന്ന കൃപയുണ്ട്. ഒരാളുടെയും മുമ്പിൽ നിങ്ങൾ ഒരിക്കലും അന്നം നിഷേധിച്ചു കൊടുക്കരുത്. അവൻ വിശക്കുന്നവനാണെങ്കിലും ഇനി വിശപ്പില്ലാത്തവനാണെങ്കിൽ കൂടിയും നിങ്ങൾ അവനോട് ചോദിക്കുക, ആഹാരം വേണോ? അത് ദൈവം നിങ്ങളിലുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ഒരു മനുഷ്യൻ്റെ വിശപ്പിനെ നിങ്ങൾ അവഗണിച്ച് കളയരുത്. നിങ്ങളുടെ ദൈവം അപ്പോൾ നഷ്ടപ്പെട്ടു പോകും. അനുഗ്രഹിക്കട്ടെ ദൈവം.